ഗാസയിൽ വൻ ആക്രമണം നടത്തി ഇസ്രായേൽ. സമാധാന കരാർ ലംഘിച്ചെന്നാരോപിച്ചായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം. കഴിഞ്ഞ ദിവസം റാഫയിൽ ഇസ്രായേൽ സൈന്യത്തെ ആക്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടത്. വ്യോമാക്രമണത്തിൽ ഗാസയിൽ 60 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിലെ അൽഷിഫ ആശുപത്രിക്ക് നേരെയും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി. ഹമാസ് സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയെന്നാരോപിച്ചാണ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തിയത്. ഹമാസ് നടത്തിയത് വെടിനിർത്തൽ ലംഘനമാണെന്നും ഇസ്രായേൽ പറഞ്ഞു. എന്നാൽ വെടിനിർത്തൽ നിലനിൽക്കുമെന്നാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞത്. ചെറിയ ഏറ്റുമുട്ടലുകൾ സ്വാഭാവികമാണെന്നും അതൊന്നും വെടിനിർത്തലിനെ ബാധിക്കില്ലെന്നുമാണ് വാൻസ് പറഞ്ഞത്. ഇസ്രായേൽ സൈനികരെ ആക്രമിച്ചു. ഹമാസോ ഗാസയിലെ മറ്റാരെങ്കിലുമോ ആവാം ആക്രമണം നടത്തിയത്. ഇസ്രായേലിൻ്റെ പ്രതികരണം പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ട്രംപിൻ്റെ വെടിനിർത്തൽ കരാർ നിലനിൽക്കുമെന്നും വാൻസ് പറഞ്ഞു. തെക്കൻ ഗാസ മുനമ്പിലെ റാഫ പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്ന സൈനികർക്ക് നേരെയാണ് ചൊവ്വാഴ്ച ആക്രമണം ഉണ്ടായത്. പലസ്തീൻ പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ റിസർവ് സൈനികൻ കൊല്ലപ്പെട്ടതായി സൈന്യം ബുധനാഴ്ച രാവിലെ അറിയിച്ചു. ഹമാസാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേലിൻ്റെ ആരോപണം. ഒരാഴ്ചയ്ക്ക് മുമ്പ് ആരംഭിച്ച വെടിനിർത്തൽ കരാറിനിടെയാണ് ആക്രമണം നടന്നത്. മറുപടിയായി ഇസ്രായേൽ പ്രതിരോധ സേന ഹമാസിനെതിരെ തുടർച്ചയായി ആക്രമണം നടത്തിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെസ്റ്റ് ബാങ്ക് സെറ്റിൽമെൻറ്റായ നെരിയയിൽ നിന്നുള്ള ഗാസ ഡിവിഷനിലെ ഹെവി മിഷനറി ഓപ്പറേറ്ററായ മാസ്റ്റർ സാർജന്റ് 37-കാരനായ യോന എഫ്രൈം ഹെൽബോം എന്ന സൈനികനാണ് കൊല്ലപ്പെട്ടത്. ഉച്ചകഴിഞ്ഞ് 3:45 റാഫയിലെ ജനിന പ്രദേശത്ത് സൈനികർ ഉപയോഗിക്കുന്ന ഒരു കെട്ടിടത്തിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. എക്സ്കവേറ്റർ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന ഫെൽഡ് ബോംബ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. അല്പസമയത്തിന് ശേഷം IDF സേനയ്ക്ക് നേരെ നിരവധി തവണ വെടിവെച്ചു. പ്രദേശത്തെ ഒരു കവചിത വാഹനത്തിന് വെടിയേറ്റു. മറുപടിയായി കെട്ടിടങ്ങളും തുരങ്ക ഷാഫ്റ്റുകളും ഉൾപ്പെടെ പ്രദേശത്തെ നിരവധി ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി IDF പറഞ്ഞു. ഗാസ മുനമ്പിൽ സൈന്യത്തിൻ്റെ പിൻവാങ്ങൽ അടയാളപ്പെടുത്തുന്ന യെല്ലോ ലൈനിൻ്റെ കിഴക്ക് വശത്താണ് ജനിന സ്ഥിതി ചെയ്യുന്നത്. വെടിനിർത്തൽ പ്രകാരം ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണിത്. ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണെങ്കിലും അവിടെ ഒരു കൂട്ടം പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ടെന്ന് IDF പറയുന്നു. തുരങ്ക ശൃംഖല ഉൾപ്പെടെയുള്ള ഹമാസിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നീക്കം ചെയ്യാൻ സൈന്യം ശ്രമിച്ചപ്പോൾ പ്രവർത്തകർ ഭൂഗർഭ അറയിൽ നിന്ന് പുറത്തു വന്ന് ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച ഇതേ പ്രദേശത്ത് സമാനമായ ഒരു ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. തുടർന്നും ഹമാസിനെതിരെ IDF വ്യോമാക്രമണങ്ങൾ നടത്തി. 2 ആക്രമണങ്ങൾക്കും ഇസ്രായേൽ ഹമാസിനെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. എന്നാൽ ഹമാസ് ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. ഗാസ വിഷയത്തിൽ US തള്ളിപ്പറഞ്ഞ് ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നു. ദേശീയ സുരക്ഷാ കാര്യങ്ങളിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പരമാധികാര രാഷ്ട്രമാണ് ഇസ്രായേൽ എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഞായറാഴ്ച പറഞ്ഞത്. ഗാസ മുനമ്പിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രധാന തീരുമാനങ്ങൾ US എടുക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നെതന്യാഹുവിൻ്റെ ഈ പ്രഖ്യാപനം. ഇസ്രായേൽ ഒരു പരമാധികാര രാഷ്ട്രമാണ്, US ഒരു പരമാധികാര രാഷ്ട്രം. ഞങ്ങൾ തമ്മിൽ പങ്കാളിത്ത ബന്ധമാണുള്ളതെന്നും നെതന്യാഹു പറഞ്ഞു. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തീരുമാനിക്കുന്നത് തുടരുമെന്നും ഹമാസ് വ്യക്തമാക്കി.